വീടായ വീടുകളിലൊക്കെ ബ്രോഡ്ബാൻഡും സ്മാർട്ട് ടി വികളും സ്മാർട്ട് ഫോണും ഒക്കെ നിറഞ്ഞതോടുകൂടി OTT പ്ലാറ്റ്ഫോമുകൾക്ക് കുശാലായി എന്ന് പറഞ്ഞാൽ മതി. 10-12 OTT പ്ലാറ്റ്ഫോമുകൾ തന്നെ കേരളത്തിലെ കുട്ടികൾ, ആൾക്കാർ, ചെറുപ്പക്കാർ, പ്രായമുള്ളവരൊക്കെ കാണുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഈ OTTകളൊക്കെ നമ്മുടെ നാട് അടക്കി ഭരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വീടുകളിലേക്ക് സ്ഥിരം കാഴ്ചയെന്ന് പറയുന്നത് TV സീരിയലുകളായിരുന്നു. TV സീരിയലുകളുടെ മുന്നിൽ അടയിരിക്കുന്ന പെണ്ണുങ്ങളുടേതായ ഒരു ലോകമായിരുന്നു കേരളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കള്ളന്മാരൊക്കെ പറയുന്ന തരത്തിൽ സിനിമകളിലൊക്കെ കാണിച്ച ഒരുപാട് തമാശകളും ഉണ്ടായിരുന്നു. 6 മണി തൊട്ട് 10 മണി വരെയുള്ള സീരിയലുകൾ നടക്കുന്ന സമയത്ത് കക്കാൻ കയറിയാൽ പോലും ഒരാളും അറിയില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ചൊല്ലൊന്നും അധികമാരും മറക്കാൻ വഴിയില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ കാരണം, കഴിഞ്ഞ ദിവസം ഒരു OTT പ്ലാറ്റ്ഫോമിൽ, ഒരു OTT പ്ലാറ്റ്ഫോം എന്നല്ല, നെറ്റ്ഫ്ലിക്സിൽ ഒരു വെബ് സീരീസ് കണ്ടു. 8 എപ്പിസോഡുള്ള ഒരു വെബ് സീരീസാണ്. ഞാനായിട്ട് പോയി കണ്ടതല്ല. എൻ്റെ മക്കളിരുന്ന് ഈ വെബ് സീരീസ് കാണുന്നത് കൊണ്ട് ഇവരെത്ര ഇൻട്രസ്റ്റ് ആയിട്ട് ഇതെന്താ ഇങ്ങനെയൊക്കെ കാണുന്നത് എന്ന് അന്വേഷിക്കാനായിട്ട് ഞാൻ പോയതാണ്. മോള് കൊച്ചുകുട്ടിയാണ്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, 8 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഒരു 14+ എന്ന് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എഴുതിയിട്ടുണ്ട്. 14 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ കണ്ടാൽ മതി, കാണാനുള്ളതാണെന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇവള് ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി നോക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു കൈപ്പത്തി ഇങ്ങനെ നടന്നു വരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ ഈ സംഭവം നോക്കിയത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു, മക്കളെ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവനാ പറഞ്ഞത്, അച്ഛൻ ഇപ്പോഴ് നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വെബ് സീരീസാണിത്. വെനസ്ഡേ എന്നാണ് ഇതിൻ്റെ പേര്. 8.75 മറ്റോ ഒക്കെ റേറ്റിംഗ് ഉള്ള വെബ് സീരീസാണ്. ഒരുപാട് ആൾക്കാർ, ഒരുപാട് കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ട്. ഞങ്ങളുടെ കോളേജിലൊക്കെ ഇത് ഭയങ്കര ട്രെൻഡാണെന്നൊക്കെ അവൻ പറഞ്ഞത്. ഇത്രയൊക്കെ കേട്ടതോടുകൂടി നമ്മുടെ അന്വേഷണ തുര അങ്ങോട്ട് ഉടലെടുത്തു. അപ്പോൾ തന്നെ ഇതിൻ്റെ പുറകിൽ അന്വേഷണവുമായിട്ട് ഇറങ്ങി. എന്താണ് ഈ വെനസ്ഡേ എന്ന് അന്വേഷിച്ച് അതിനകത്ത് കയറിപ്പോയി. ഈ വെബ് സീരീസിൻ്റെ ചരിത്രമൊക്കെ ഗൂഗിളിലും പല സ്ഥലങ്ങളിലുമൊക്കെ തപ്പി, പിന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ മുന്നിലിരുന്ന് ഇത് കണ്ട് ഒക്കെ ആസ്വദിച്ചൊക്കെ വന്ന്, പിന്നെ ബാക്കിയുള്ള ഇതിൻ്റെ പിന്നാമ്പുറത്തൊക്കെ പോയി ചെറിയ അന്വേഷണമൊക്കെ നടത്തിയപ്പം കൊള്ളാം, സംഭവം ഒരു കിടു പരിപാടിയാണ് ഈ വെനസ്ഡേ എന്ന് പറയുന്ന ഈ വെബ് സീരീസ് എന്ന് പറയുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് കാണാൻ ഇരുന്നാലും മതി. ഇപ്പോൾ 1 മുതൽ 8 വരെയുള്ള എപ്പിസോഡുകളിലായിട്ട് ആദ്യത്തെ സീസണാണ് നെറ്റ്ഫ്ലിക്സിലൂടെ സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. കൂടുതൽ സീസണുകൾ വരാനുള്ള സാധ്യത നിലനിർത്തിക്കൊണ്ടാണ് ആ വെബ് സീരീസ് താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒറ്റയിരിപ്പിൽ തന്നെ 8 എണ്ണവും കണ്ടു തീർക്കുന്നവരുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊക്കെ തന്നെ 2-3 എണ്ണം തുടർച്ചയായിട്ട് കണ്ടു. പിന്നെ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ മുഴുവനായിട്ട് കണ്ടു തീർത്തതാണിത്. അമേരിക്കയിലെ ആഡംസ് ഫാമിലി എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമാണ്. കാരണം എന്ന് പറയുന്നത്, ആഡംസ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു കാർട്ടൂൺ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വർത്തമാന പത്രത്തിലുണ്ടായിരുന്നു. ഒരച്ഛനും ഒരമ്മയും ഒരു മകളും ഒരു മകനുമാണ് അതിലെ കഥാപാത്രങ്ങൾ. അവരുടെ ജീവിതത്തിൽ, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഈ കാർട്ടൂണുമായിട്ട് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തിരുന്നത്. അമേരിക്കക്കാർക്കിടയിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ആഡംസ് ഫാമിലി എന്ന് പറയുന്നത്. ഈ വെനസ്ഡേ എന്ന് പറയുന്നതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് നമ്മൾ ചെന്ന് നോക്കിയാൽ ഈ ആഡംസ് ഫാമിലിയെ നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ വെബ് സീരീസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അച്ഛനും അമ്മയും ഒരു മകളും ഒരു മകനും ഉൾപ്പെടുന്ന ഒരു കുടുംബവും അവരുടെ ജീവിതവുമാണ് ഈ വെബ് സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം. വെനസ്ഡേ ആഡംസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയിലൂടെയാണ് ഈ സീരീസ് ഇതൾ വിരിയുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവളുടെ ജീവിതവും അവളുടെ ചുറ്റുപാടുകളും അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും അവളുടെ പഠനവും അവളുടെ കുടുംബവുമായിട്ടുള്ള അവളുടെ ബന്ധങ്ങളും സുഹൃത്ത് വലയവും ഒക്കെയാണ് ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വിശാലമായി പരന്നു കിടക്കുന്നത്. ഈ സീരീസ് തുടങ്ങുന്നത് തന്നെ ഒരു റിവെഞ്ചിൽ നിന്നാണ്. ഒരു കുഞ്ഞ് റിവെഞ്ചാണ്, മറ്റൊന്നുമല്ല. വെനസ്ഡേ ആഡംസ് സ്കൂളിലെത്തുമ്പോൾ അവളുടെ കബോർഡിനുള്ളിൽ അവളുടെ അനുജനെ കെട്ടിവെച്ചിരിക്കുകയാണ്. അത് കുറച്ച് സീനിയേഴ്സായിട്ടുള്ള കുട്ടികൾ ആ സ്കൂളിലെ ബുള്ളിയിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ഈ കുട്ടിയെ ഉപദ്രവിച്ച് കൈയും കാലൊക്കെ കെട്ടി വായിലൊരു ആപ്പിളൊക്കെ തിരികെ വെച്ച് ഈ കബോർഡിനുള്ളിൽ, സ്കൂളിലെ കബോർഡിനുള്ളിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. വെനസ്ഡേ ആഡംസ് അവിടെ വന്നിട്ട് അവളുടെ ആ അനുജന്റെ കെട്ടഴിച്ചു വിടുകയും, അനുജന്റെ കെട്ടഴിച്ചു വിടാനായിട്ട് ശ്രമിക്കുന്ന വെനസ്ഡേ ആഡംസ് അവളുടെ കൈകൾ അവൻ്റെ പുറത്ത് തൊടുമ്പോൾ
തൊട്ട് മുമ്പായിട്ട് നടന്ന 15 മിനിറ്റ് മുമ്പ് നടന്ന സംഭവങ്ങൾ അവളുടെ മുന്നിൽ ഒരു സ്ക്രീനിൽ എന്ന പോലെ കാണുകയാണ്. അവളുടെ അനുജനെ ആ സ്കൂളിലെ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഉപദ്രവിക്കുന്നതും കെട്ടിയിടുന്നതും ഒക്കെയാണ് അവൾ കാണുന്നത്. ഇത് കണ്ട് മനസ്സിലാക്കിയ അവൾ അവിടെ നിന്ന് നടന്ന് ഒരു സ്വിമ്മിംഗ് പൂളിനടുത്തേക്ക് പോവാണ്. ആ സ്വിമ്മിംഗ് പൂളിൽ കുറേ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ കുളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്, നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളാണ് അവളുടെ അനുജനെ ഉപദ്രവിച്ചത്. അവൾ 2 വലിയ പ്ലാസ്റ്റിക് ബാഗുകളിൽ നിറയെ പിരാന മത്സ്യങ്ങളുമായിട്ടാണ് ആ പൂളിനടുത്തേക്ക് വരുന്നത്. തൻ്റെ അനുജനെ ഉപദ്രവിച്ചവരാണ് പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയായിട്ടാണ് അവൾ ഈ പിരാനകളെയും കൊണ്ടിട്ട് അവിടെ വന്നത്. അവൾ ഈ പിരാനകളെ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇടുന്നു. ഈ പിരാനകൾ ഈ ബോയ്സിനെ ആക്രമിക്കാനായിട്ട് ഓടിക്കുന്നു. അത്യാവശ്യം കടിയും ഒക്കെ പലർക്കും കിട്ടുന്നു. ജീവഹാനി മാത്രം ഉണ്ടാകാതെ ആ കുട്ടികൾ രക്ഷപ്പെടുന്നു. ഈ സംഭവം സ്കൂളിൽ അറിഞ്ഞതോടുകൂടി സ്കൂളിലാകെ പ്രശ്നമാവുന്നു. നമ്മുടെ വെനസ്ഡേ ആഡംസിനെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു. സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട വെനസ്ഡേ ആഡംസിനെയും കൊണ്ട് അവളുടെ പാരൻസ് മറ്റൊരു സ്കൂളിലേക്ക് പോകുന്നു. ഒരു വനപ്രദേശത്തുള്ളൊരു സ്കൂളാണ്. നെവർമോർ അക്കാഡമി എന്നാണ് ആ സ്കൂളിൻ്റെ പേര്. അവിടുത്തെ പ്രിൻസിപ്പാള് ഈ പാരൻസിൻ്റെ, നമ്മുടെ വെനസ്ഡേ ആഡംസിൻ്റെ പാരൻസിൻ്റെ സുഹൃത്താണ്. ഇവരെല്ലാവരും ഒന്നിച്ച് അതേ സ്കൂളിൽ തന്നെ പഠിച്ചവരാണ്. അത് മാത്രമല്ല, ഈ വെനസ്ഡേ ആഡംസിൻ്റെ പാരൻസിനും ഈ പ്രിൻസിപ്പാളിനുമൊക്കെ ചില അതിമാനുഷികമായിട്ടുള്ള കഴിവുകളുള്ളവരാണ് എന്നുള്ളത് കൂടിയാണ് നമുക്ക് ആ സ്കൂളിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വെനസ്ഡേ ആഡംസിനെ ആ സ്കൂളിൽ ചേർത്ത് കഴിയുമ്പോഴാണ് ഇവൾ മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകാനായിട്ട് ആ സ്കൂളിനുള്ളിലേക്ക് പോയി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും ഏതെങ്കിലും തരത്തിലുള്ള അതിമാനുഷികമായിട്ടുള്ള കഴിവുകൾ ഉള്ളവരാണ് എന്നുള്ളത്. ഈ കുട്ടികൾക്കുള്ളിലേക്ക് ചെന്ന് പെട്ട വെനസ്ഡേ ആഡംസ് ആ സ്കൂളിൽ നിന്ന് പഠനം മതിയാക്കി ചാടി രക്ഷപ്പെടാൻ നടത്തുന്ന ശ്രമങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് അവൾ ചെന്ന് ചാടുന്ന കുടുക്കുകളും പിന്നെ ഇവളുടെ പ്രത്യേകമായിട്ടുള്ള കഴിവ്, ആരെങ്കിലും സ്പർശിച്ചാൽ 15 മിനിറ്റ് മുമ്പ് നടന്നതും അടുത്ത 15 മിനിറ്റിൽ നടക്കാവുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ സ്ക്രീനിൽ എന്ന പോലെ അവൾക്കറിയാൻ പറ്റുന്ന ആ ഒരു കഴിവൊക്കെ കൂടെ വെച്ചുകൊണ്ട് ആ സ്കൂളിലെ മറ്റു കുട്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ കഥ വികസിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ഭയപ്പെടുത്തുന്ന, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വെബ് സീരീസാണിത്. ഒരു 8 എപ്പിസോഡുള്ള ഈ സീരീസ് കണ്ടു തീർക്കാൻ നമ്മളൊന്ന് കട്ടക്കിരുന്ന് നോക്കിയാൽ ഒരു 3-4 ദിവസം മതിയാകും. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും TV സീരിയലുകളൊക്കെ ധാരാളമായിട്ട് ഓടി തകർക്കുന്നുണ്ട്. ഒരുപാട് പുതിയ മലയാള സിനിമകളും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അതിൽ മികച്ച സിനിമകളൊക്കെ വിജയിക്കുകയും ഒരുമാതിരിപ്പെട്ട സീരിയലുകളെല്ലാം തന്നെ വിജയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളൊരു നല്ല അനുഭവം പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഒരു നല്ല കാഴ്ച പ്രതീക്ഷിച്ച് നമ്മുടെ സമയം വളരെ ബുദ്ധിപരമായിട്ട് വിലപ്പെട്ട രീതിയിൽ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ചു പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വെബ് സീരീസുകളൊക്കെ ഈ OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ തിരഞ്ഞ് കാണുന്നത് നന്നായിരിക്കും. സീരിയലുകളുടെ മുമ്പ് ഇരുന്ന് കരഞ്ഞ് മലയാളിക്ക് ഇതുവരെ മതിയായിട്ടില്ലേ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം. ഈ പറഞ്ഞ കൂട്ടത്തിലാണ് ഏറ്റവും രസകരമായിട്ട് നടക്കുന്ന ഒരു സംഗതി ഓർമ്മ വന്നത്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ടെലിവിഷൻ സീരിയൽ അവാർഡുകൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിലൊന്നും മികച്ച സീരിയലിന് അവാർഡ് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. സർക്കാർ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ജൂറി പറയുന്നത് മികച്ചതായിട്ടുള്ള ഒരു സീരിയലും ഒരു ചാനലുകളിലും കാണിക്കുന്നില്ല, പിന്നെ എങ്ങനെ അവാർഡ് കൊടുക്കും എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ ഉള്ള സമയത്ത് ഈ വെനസ്ഡേ പോലെയുള്ള ഭംഗിയുള്ള വെബ് സീരീസുകൾ കൂടെ കണ്ട് സമയം പോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ആകപ്പാടെ ഉണ്ടാകാവുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഭാഷയാണ്. ഇത് ഇംഗ്ലീഷിലായതുകൊണ്ട് മലയാളികളായിട്ടുള്ള, മലയാളം മാത്രം അറിയാവുന്ന വീട്ടമ്മമാർക്കൊക്കെ ഇത് മനസ്സിലാക്കാനൊരു പ്രതിസന്ധിയുണ്ട്. നെറ്റ്ഫ്ലിക്സ് മുൻകൈയെടുത്ത് ഇതിൻ്റെ തന്നെ ലാംഗ്വേജുകൾ, പല തരത്തിലുള്ള ലാംഗ്വേജുകളിലേക്ക് ഇത് മാറ്റി ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് വീട്ടമ്മമാരെങ്കിലും ആകർഷിക്കാൻ പറ്റും. അവരും കൂടെ ഞെട്ടട്ടെ എന്ന് നെറ്റ്ഫ്ലിക്സ് ആലോചിച്ചാൽ മതി. എന്തായാലും അടുത്ത തലമുറ ഈ TV സീരിയലുകളുടെ അടിമകളായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം ആ തലമുറ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന, അവരെയൊക്കെ ഞെട്ടിക്കും തരത്തിലുള്ള ഇത്തരത്തിലുള്ള വെബ് സീരീസുകളാണ് അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെനസ്ഡേയെക്കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. നമ്മുടെ OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ ധാരാളം വെബ് സീരീസുകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബിനകത്തും ധാരാളം വെബ് സീരീസുകളുണ്ട്. മലയാളത്തിലും
ഇഷ്ടം പോലെ വെബ് സീരീസുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. കരിക്കിൻ്റെയൊക്കെ വെബ് സീരീസുകളൊക്കെ തുടർച്ചയായിട്ട് കാണുന്നവരാണ് ഭൂരിഭാഗം കുട്ടികളും അല്ലെങ്കിൽ ഭൂരിഭാഗം ചെറുപ്പക്കാരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം അവിടെ ഏത് വെബ് സീരീസ് ഇറങ്ങിയാലും 2-3 ദിവസം കൊണ്ട് 50 ലക്ഷം 60 ലക്ഷം ആൾക്കാരാണ് കരിക്കിൻ്റെയൊക്കെ വെബ് സീരീസുകളൊക്കെ കാണുന്നത്. ചിലപ്പോൾ ഒരു 1-2 വർഷം കഴിയുമ്പോൾ മലയാളത്തിൽ OTT പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് ഉണ്ടാവുകയും ആ OTT പ്ലാറ്റ്ഫോമുകൾ നിറയെ ഇത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള വെബ് സീരീസുകളൊക്കെ ആയിരിക്കാനുള്ള സാധ്യതകളുണ്ട്. കാലം മാറുകയല്ലേ. അപ്പോൾ ടി വികളുടെ മുന്നിൽ കാത്തുകെട്ടിയിരുന്ന് സീരിയലുകൾ കണ്ട് സമയം കളയുന്ന മലയാളികൾ വളരെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങളുള്ള വെബ് സീരീസുകളുടെ പുറകെ സഞ്ചരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം വീണ്ടും പറയാണ്. സമയം കിട്ടുകയാണെങ്കിൽ ആ വെനസ്ഡേ ഒന്ന് കാണണം. വെനസ്ഡേ ആഡംസ് ഒട്ടും മോശമല്ല. കിടു അഭിനയമാണ്, നല്ല വെബ് സീരീസാണ്, കണ്ട ഒരു നഷ്ടവും വരില്ല.